ഡോക്ടറെ ഇപ്പോൾ ഈ എല്ല് പൊട്ടുന്ന കേസുകളിൽ നമുക്ക് എല്ലാ കേസിലും സർജറി ചെയ്യണോ? അതോ നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് ശരിക്കും നമ്മളിപ്പം ഫ്രാക്ചേഴ്സ് വരുന്ന സമയത്ത് എല്ലാ കേസുകളിലും നമുക്ക് സർജറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ചില കേസുകളിൽ നമുക്ക് പ്ലാസ്റ്റർ അതുപോലെ തന്നെ ഇമ്മൊബിലൈസേഷൻ ആ ഭാഗം അനക്കാതെ ബാൻഡേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും. പക്ഷേ ചില കേസുകളിൽ ഇപ്പം ഇടുപ്പലിലെ ഫ്രാക്ചർ അതുപോലെ തന്നെ ചില ഏരിയകളിലൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും ആ ഒരു പൊസിഷനിൽ യുണൈറ്റ് അല്ലെങ്കിൽ ചേരാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസുകളിൽ സർജറി ചെയ്യണം. ഇനി സർജറി ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏർലി മൊബിലൈസേഷൻ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും, നടത്തിക്കാൻ പറ്റും. അത് കാരണം നമുക്ക് അവരുടെ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ മൊബിലിറ്റി കൂട്ടാൻ പറ്റും, അവരുടെ ഫ്ലെക്സിബിലിറ്റി കൂടും, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പേഷ്യൻറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ അവർ ഇപ്പം ഏജ്ഡൊക്കെ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്കറിയാം കടന്നു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അവരുടെ മെറ്റബോളിസത്തിനെ അതിനെ എഫക്റ്റ് ചെയ്യും, അവരുടെ മറ്റ് ഷുഗർ വാല്യൂസ് അല്ലെങ്കിൽ സോഡിയം, അതേപോലെ തന്നെ അവർക്ക് ബെഡ് സോറ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓർത്തോലെ ഒരു സർജറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ദേശം വരുന്നത്.